നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വസതി പട്ടാളം വളയുമോ? മാസപ്പടി കേസിൽ പിണറായിയെ ചോദ്യം ചെയ്യാൻ ഇ.ഡി. തീരുമാനിച്ച സാഹചര്യത്തിൽ ഇ.ഡി. സംഘത്തിന് സുരക്ഷയൊരുക്കാൻ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്നും പട്ടാളത്തിൻ്റെ സംരക്ഷണം ലഭിക്കണമെന്ന് ഇ.ഡി. അധികൃതർ ആവശ്യപ്പെട്ടേക്കും. സായുധ CRPF ജവാന്മാരുടെ സംരക്ഷണമുണ്ടായിട്ടും ഉദ്യോഗസ്ഥർ അക്രമത്തിന് ഇരയായ സാഹചര്യത്തിലാണ് നടപടി. CPM പ്രവർത്തകർ ഇനി പിണറായിക്ക് സംരക്ഷണം ഒരുക്കില്ലെന്ന് ചിലർ ഇ.ഡിയെ അറിയിച്ചില്ലെങ്കിലും ഇ.ഡിക്ക് വിശ്വാസം പോരാ. ഇല്ലെങ്കിൽ പിണറായിയെ കൊച്ചിക്ക് വിളിപ്പിക്കും. മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ, എക്സാലോജിക് കമ്പനി, CMRL കമ്പനി ഉടമകൾ, കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുടെ 29 കോടി മൂല്യമുള്ള സ്വത്തുക്കൾ ഒരാഴ്ചയ്ക്കകം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടും. പിണറായിയുടെ മൊഴിയും ഒരാഴ്ചയ്ക്കകം രേഖപ്പെടുത്തും. കണ്ടുകെട്ടലിന് ഇ.ഡിയുടെ ഡൽഹിയിലെ അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ അനുമതി ഉടൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. താൽക്കാലിക കണ്ടുകെട്ടലാകും ആദ്യം. ഉടമകളുടെ വിശദീകരണം കേട്ട ശേഷമായിരിക്കും സ്ഥിരമായ കണ്ടുകെട്ടൽ. ഇ.ഡി. റെയ്ഡിലും തുടരന്വേഷണത്തിലും കണ്ടെത്തിയ സ്വത്തുക്കൾ, മരവിപ്പിച്ച സ്വത്തുക്കൾ തുടങ്ങിയവയുടെ വിശദാംശം ശേഖരിച്ചിട്ടുണ്ട്. വീണയുടെ ഭൂസ്വത്തുക്കൾ, എക്സാലോജിക് സൊല്യൂഷൻസിൻ്റെ സ്വത്തുക്കൾ എന്നിവയുടെ പട്ടികയും തയ്യാറാണ്. CMRL കമ്പനി ഉടമകൾ, ഉദ്യോഗസ്ഥർ എന്നിവരുടെ കണ്ടുകെട്ടേണ്ട സ്വത്തുക്കളുടെ ആധാരങ്ങൾ, ബാങ്ക് അക്കൗണ്ടുകളുടെ രേഖകൾ തുടങ്ങി സമഗ്രമായ റിപ്പോർട്ടാണ് അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് സമർപ്പിച്ചത്. വീണയ്ക്ക് CMRL കമ്പനിയിൽ നിന്ന് 2.78 കോടി ലഭിച്ചതിൽ പിണറായി വിജയൻ്റെ മൊഴിയും രേഖപ്പെടുത്തണമെന്ന നിലപാടിലാണ് ഇ.ഡി. ഓഫീസ്. പിണറായി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും പണം ലഭിച്ചിട്ടുണ്ട്. പിണറായിയുമായിട്ടുള്ള വ്യക്തിബന്ധത്തിൻ്റെ പേരിലാണ് വീണയ്ക്ക് പണം നൽകിയതെന്ന് 2024 ഏപ്രിൽ 17 CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്ത നൽകിയ മൊഴിയിൽ വ്യക്തത വരുത്തുകയാണ് ലക്ഷ്യം. മാസപ്പടി കേസിൽ നേരിട്ട് മേൽനോട്ടം വഹിക്കുന്ന ഡയറക്ടർ രാഹുൽ നവീൻ്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ റെയ്ഡ് CPM ചെറുത്ത സാഹചര്യത്തിൽ പിണറായിയെ ഓഫീസിൽ വിളിച്ചു വരുത്തുന്നതും പരിഗണിക്കുന്നുണ്ട്. പിണറായിയെ ചോദ്യം ചെയ്യാതിരിക്കാനാകില്ല എന്നാണ് ഇ.ഡിയുടെ ഇപ്പോഴത്തെ നിലപാട്. മാസപ്പടി കേസിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്യാതിരിക്കാൻ കഴിയില്ലെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജും പറഞ്ഞിരുന്നു. അതിന് ശശിധരൻ കർത്തയുടെ മൊഴി മാത്രം മതി. CMRLൽ നിന്ന് പണം കൈപ്പറ്റിയ എല്ലാവരിലേക്കും ഇ.ഡി. അന്വേഷണം നീളണം. ഒത്തുതീർപ്പും സ്വാധീനവും ഇനി നടക്കില്ല. ഇ.ഡി. ആസ്ഥാനത്തിൻ്റെ മേൽനോട്ടത്തിൽ അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അത് പിണറായിയിലെത്തുമെന്ന് ഉറപ്പുണ്ട്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് താൻ സമർപ്പിച്ച ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്നും ഷോൺ പറഞ്ഞു. ഷോണിൻ്റെ ആവശ്യത്തിന് സർക്കാർ മുഖം തിരിക്കുമെന്ന് കരുതാനാവില്ല. ശശിധരൻ കർത്ത പിണറായിക്കെതിരെ മൊഴി നൽകിയതിലാണ് അതിശയം. തൻ്റെ കഴുത്തിൽ കുരുക്ക് മുറുകുമെന്ന് മനസ്സിലാക്കിയാണ് അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകിയിരിക്കുന്നത്. വീണയും CMRLും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിനെ പിണറായി വിജയനുമായി ബന്ധപ്പെടുത്താൻ വിജിലൻസ് കോടതിയിലും ഹൈക്കോടതിയിലുമുണ്ടായ ശ്രമം പരാജയപ്പെട്ടതാണ് CPMൻ്റെ ആയുധം. കേന്ദ്ര ഏജൻസികളുടെ റിപ്പോർട്ടുകളിൽ ഇതുവരെ പിണറായി വിജയൻ്റെ പേര് ആരോപണ രൂപത്തിൽ പരാമർശിച്ചിട്ടില്ല എന്നാണ് പാർട്ടി പറയുന്നത്. അദ്ദേഹത്തിനെതിരെ കണ്ടെത്തലുകളുമില്ല. 2015 തുടങ്ങിയ മകളുടെ കമ്പനിക്ക് 50 ലക്ഷം രൂപ കടമായും 2.78 കോടി രൂപ പ്രതിഫലമായും കർത്തയും സംഘവും നൽകിയത് പിതാവിൻ്റെ സ്വാധീനശേഷി ഉപയോഗപ്പെടുത്താനാണ് എന്ന് സംശയമുണ്ടായാൽ മാത്രമേ ഇ.ഡിയുടെ അന്വേഷണ പരിധിയിലേക്ക് പിണറായി എത്തുകയുള്ളൂ. അപ്പോഴും എന്തെങ്കിലും വഴിവിട്ട സഹായം നൽകിയതിന് ശക്തമായ തെളിവ് കണ്ടെത്തേണ്ടി വരും. വരും ദിവസങ്ങളിൽ CMRL കമ്പനി മാനേജ്മെൻറ്റിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും എടുക്കുന്ന മൊഴികളാണ് ഇക്കാര്യത്തിൽ നിർണായകം. ഈ സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ മാറിമറിഞ്ഞ് പിണറായി പ്രതിസ്ഥാനത്തായത്. വീണ ഇടനിലക്കാരിയാണെന്നും കൈക്കൂലി പിണറായിക്ക് വേണ്ടിയാണെന്നും BJP നേതാവ് ഷോൺ ജോർജ് ആരോപിച്ചു കഴിഞ്ഞു. ഇതാണ് പിണറായിക്ക് വിനയാകാൻ പോകുന്നത്. ചെയ്ത സേവനത്തിനാണ് വീണ പ്രതിഫലം വാങ്ങിയതെന്നും നികുതി അടച്ച പണമെങ്ങനെ കള്ളപ്പണമാകുമെന്നുമുള്ള പ്രതിരോധം വീണയ്ക്കായി ഇപ്പോഴും ഉയർത്തുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ അല്പം മയപ്പെട്ടിട്ടുണ്ട്. അവരുടെ ബിസിനസ് ഇടപാട് സംബന്ധിച്ച് അവർ വ്യക്തത വരുത്തട്ടെ എന്ന നിലപാടിലേക്ക് ഏറെക്കുറെ എത്തിയെന്ന് സൂചിപ്പിക്കുന്നതാണ് AK ബാലൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം. വീണയെ തേടി വന്ന ഇ.ഡിക്കെതിരെ വീടിനു മുന്നിൽ നടത്തിയ അക്രമസമരം കൈവിട്ടുപോയെന്ന വികാരം ഒരുപറ്റം നേതാക്കന്മാർക്കുണ്ട്. ഇ.ഡി. റെയ്ഡിനെതിരായ സമരം LDF നേതാവായ പിണറായിയുടെ വീട്ടിൽ 8 മണിക്കൂർ പരിശോധന നടത്തിയതിനായിരുന്നുവെന്നും CMRL എക്സാലോജിക് ഇടപാട് തങ്ങളുടെ വിഷയമല്ലെന്നും CPM വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കുഴപ്പവുമില്ല എന്ന് ഒരിക്കൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് സാക്ഷ്യപത്രം നൽകിയ ടി വീണയും CMRLുമായിട്ടുള്ള സാമ്പത്തിക ഇടപാട് CPMനെ ബുദ്ധിമുട്ടിക്കുകയാണ്.
ED തന്നോടല്ല മകളോടാണ് ചോദ്യങ്ങൾ ചോദിച്ചതെന്ന് പിണറായി വിജയൻ സമ്മതിച്ചു. CMRL നൽകിയ 2.78 കോടി രൂപയ്ക്ക് അതിനനുയോജ്യമായ സേവനം നൽകിയിട്ടില്ലെന്ന് വീണ തന്നെ നൽകിയ മൊഴിയിൽ വ്യക്തവുമാണ്. നേതാക്കൾ ന്യായീകരിച്ചു കുഴങ്ങുന്നതും അണികൾ തെരുവിലിറങ്ങുന്നതും പിന്നെന്തിനാണെന്ന ചോദ്യം ബാക്കി. ഇനിയാണ് പിണറായിയോട് ചോദ്യം ചോദിക്കാൻ പോകുന്നത്. വീണയ്ക്കെതിരെ ആദായനികുതി തർക്കപരിഹാര ബോർഡിൻ്റെ വിധി വന്നപ്പോൾ അവരുടെ വാദം കേൾക്കാതെയുള്ള വിധിയാണെന്നായിരുന്നു CPMൻ്റെ പ്രതികരണം. എന്നാൽ SFIO ഒന്നിലേറെ തവണ വിളിച്ചു വരുത്തുകയും വിശദീകരണം കേൾക്കുകയും ചെയ്ത ശേഷമാണ് പ്രതിപ്പട്ടികയിൽ വീണയെ ഉൾപ്പെടുത്തിയത്. ED വന്നതാകട്ടെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന CMRLൻ്റെ ഹർജി ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ബോധ്യപ്പെടുത്താൻ നിയമപരമായ മാർഗങ്ങളുള്ളപ്പോൾ എന്തിന് പാർട്ടി തലയിലേറ്റണം എന്ന പാർട്ടി നേതാക്കന്മാരുടെ മക്കളോ ബന്ധുക്കളോ പ്രശ്നങ്ങളിലോ കേസുകളിലോ പെട്ടാൽ അവർ തന്നെ അത് നേരിടുകയും പരിഹാരം കണ്ടെത്തുകയും വേണമെന്ന നയം പിണറായിയുടെ കാര്യത്തിൽ എന്തുകൊണ്ട് ബാധകമല്ല? VS അച്യുതാനന്ദൻ്റെ മകൻ VA അരുൺകുമാറിൻ്റെ വിജിലൻസ് കേസുകളിൽ പെട്ടപ്പോൾ പിണറായി വിജയൻ സെക്രട്ടറിയായിരുന്ന പാർട്ടി ആ നിലപാടാണ് എടുത്തത്. ബംഗാളിൽ ജ്യോതി ബസുവിൻ്റെ മകൻ ചന്ദൻ ബസു ഭൂമി ഇടപാടിൽ പ്രതിപ്പട്ടികയിൽ വന്നപ്പോഴും അത് ചന്ദൻ്റെ ബാധ്യതയെന്നായിരുന്നു നയം. കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കൾ വിവാദത്തിൽപ്പെട്ടപ്പോഴും കൈയൊഴിയുന്ന പ്രതികരണമാണ് പിണറായി നടത്തിയത്. ആദായനികുതി തർക്കപരിഹാര ബോർഡിൻ്റെ പരിധിയിൽ പിണറായിയുടെ പേര് പറയാതെയുള്ള പരോക്ഷ പരാമർശം ബോധപൂർവം അദ്ദേഹത്തെ കേസിലേക്ക് വലിച്ചിഴയ്ക്കാനാണെന്ന ന്യായം പറഞ്ഞാണ് പാർട്ടി ഇറങ്ങിത്തുടങ്ങിയത്. പിന്നീട് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള SFIO അന്വേഷണത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ED അന്വേഷണം ആരംഭിച്ചത്. എക്സാലോജിക്കിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിൽ പിണറായിക്ക് ഒരു പങ്കുമില്ലെന്ന വീണ തന്നെ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. തൻ്റെ സ്വാധീനമോ സഹായമോ ഇക്കാര്യത്തിൽ ഇല്ലെന്ന് പിണറായിയും ഹൈക്കോടതിയെ ബോധിപ്പിച്ചതാണ്. വീണയുടെ ഇടപാടുകളിൽ പിണറായിയുടെ പങ്ക് വിജിലൻസ് അന്വേഷിക്കണമെന്ന ഹർജി ഹൈക്കോടതി നിരസിക്കുകയും ചെയ്തു. അന്വേഷണ ഏജൻസികളൊന്നും തന്നെ പിണറായിയിലേക്ക് വിരൽ ചൂണ്ടാതിരിക്കെ വീണയ്ക്കെതിരെയുള്ള അന്വേഷണത്തിനെ എന്തിനാണ് പാർട്ടി ഭയക്കുന്നത്? പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയനെതിരെ ED അന്വേഷണം ഉണ്ടായാൽ അത് തടയാൻ പാർട്ടിക്കാർ ഉണ്ടാകുമെന്നും എന്നാൽ മകൾക്കെതിരെ അന്വേഷണം വന്നാൽ പാർട്ടിക്കാരെ വിളിക്കരുതെന്നും CPM കൊല്ലം ഏരിയ കമ്മിറ്റി യോഗത്തിൽ വിമർശനം ഉയർന്നിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് മുഖ്യ ഉത്തരവാദി പിണറായി വിജയനാണ്. തോറ്റ് തൊപ്പിയിട്ടിട്ടും പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാൻ വോട്ടെടുപ്പ് നടത്തിയ ഈ പാർട്ടിയിലേക്ക് ഇനി ആര് കടന്നു വരുമെന്നും അംഗങ്ങൾ ചോദിച്ചു. പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പിണറായി അടിയന്തരമായി പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കണം. സംസ്ഥാന സെൻറ്ററും വൻ പരാജയമായി മാറി, അതും അഴിച്ചു പണിയണം. TV കമ്പനിയുടെ പരസ്യം പോലെ പിണറായിയുടെ പടം മാത്രം വെച്ച് നാട്ടിൽ മുഴുവൻ ബോർഡ് വെച്ചത് ജനങ്ങളെ വെറുപ്പിച്ചു. കാലഹരണപ്പെട്ട പ്രചരണ തന്ത്രം ഉപയോഗിച്ച് കൊടുത്ത ആ PR കമ്പനിയെക്കുറിച്ച് അന്വേഷണം വേണം. MB ഗോവിന്ദൻ്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ലായിരുന്നു. ഇതോടെ സഖാക്കൾക്ക് ഈ പാർട്ടിയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. MB ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനങ്ങൾ പാർട്ടിക്കാർ പോലും കാണാതെയായി. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേതൃത്വം പരാജയപ്പെട്ടുവെന്നും അംഗങ്ങൾ വിമർശിച്ചു. ഇത് കൊല്ലത്ത് മാത്രമല്ല കേരളമെമ്പാടും നടന്നതാണ്. CMRLൽ നിന്നും സേവനം നൽകാതെ കോടികൾ കൈപ്പറ്റിയ കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണം തുടങ്ങാൻ CBI ഇപ്പോൾ തയ്യാറെടുക്കുകയുമാണ്. CBI അന്വേഷണത്തെ എതിർത്ത് മുഖ്യമന്ത്രിയും മകളും ഹൈക്കോടതിയിലെത്തിയിരുന്നു. CMRLൽ നിന്ന് 2.7 കോടി വീണ കരസ്ഥമാക്കിയെന്നാണ് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡും അതുതന്നെ കണ്ടെത്തി. വീണയുടെ കമ്പനി സോഫ്റ്റ്വെയർ സംബന്ധമായ ജോലികൾ ചെയ്തെന്നാണ് വാദം. എന്നാൽ അത് വെറും കടലാസ് കമ്പനിയാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി വഴിവിട്ട് നൽകിയ സഹായങ്ങൾക്ക് മകൾക്ക് കമ്പനി പണം നൽകിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അന്വേഷണം CBIക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് മാധ്യമപ്രവർത്തകൻ MR അജയനാണ് ഹൈക്കോടതിയിലെത്തിയത്. മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജിയിൽ തനിക്കും എക്സാലോജിക് കമ്പനിക്കുമെതിരായ എല്ലാ ആരോപണങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ T വീണ നിഷേധിച്ചു. മുഖ്യമന്ത്രിയുടെ മകളായതിനാൽ തന്നെ മോശക്കാരിയായി ചിത്രീകരിക്കാനാണ് ശ്രമമെന്നും തെറ്റിദ്ധരിക്കപ്പെടുമെന്നും വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ് ഹർജിയിലെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച മറുപടി സത്യവാങ്മൂലത്തിൽ വീണ പറയുന്നു. എക്സാലോജിക്കിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസായി CPM സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ AKG സെൻറ്ററിൻ്റെ വിലാസം നൽകിയതുമായി ബന്ധപ്പെട്ട് ഹർജിയിലുള്ള ആരോപണങ്ങൾ തെറ്റാണെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. തുടർന്ന് വീണയും പിണറായി വിജയൻ അടക്കമുള്ള എതിർകക്ഷികളും മറുപടി സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. മറുപടി സത്യവാങ്മൂലം
സത്യവാങ്മൂലത്തിൽ പിണറായി വിജയൻ തനിക്കെതിരെ ഉന്നയിച്ചിരുന്ന എല്ലാ ആരോപണങ്ങളും നിഷേധിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് വീണയും മറുപടി സമർപ്പിച്ചിരിക്കുന്നത്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പണമിടപാടിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടവരോ സംസ്ഥാനമോ ഉണ്ടെന്ന് തെളിവ് ഹാജരാക്കാൻ ഹർജിക്കാരന് കഴിഞ്ഞിട്ടില്ലെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു. CMRLന് താനോ പിതാവോ സഹായം ചെയ്തതായോ അതിനുള്ള പ്രതിഫലം കൈപ്പറ്റിയതായോ തെളിവില്ല. CMRLും എക്സാലോജിക്കും തമ്മിൽ രണ്ട് സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്. അതിൻ്റെ പേരിൽ പൊതു താൽപ്പര്യ ഹർജി നിലനിൽക്കില്ല. താനും എക്സാലോജിക്കും CMRLും ഉൾപ്പെട്ട എല്ലാ പണമിടപാടുകളും അക്കൗണ്ട് മുഖേന സുതാര്യമായിട്ടാണ് നടന്നത്. CMRLന് IT സേവനം നൽകുക എന്ന കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഫലം ലഭിച്ചത്. ഇക്കാര്യം ആദായ നികുതി വകുപ്പ് അധികൃതരെയും അറിയിച്ചിട്ടുണ്ട്. കർത്തയുടെ മൊഴിയാണ് പിണറായിക്ക് വിനയായത്. കർത്ത ഇത്തരത്തിൽ മൊഴി നൽകിയ വിവരം വളരെ വൈകിയാണ് ED പുറത്തുവിട്ടത്. തങ്ങൾക്കെതിരെ ഏകപക്ഷീയമായ ആക്രമണം ഉണ്ടാകാതിരിക്കാനുള്ള തന്ത്രമാണ് EDയുടെ നീക്കത്തിന് പിന്നിലുണ്ടായിരുന്നത്. സുശക്തമായ സംവിധാനങ്ങളോടെ മാത്രമേ ഇനി പിണറായിയുടെ വീട്ടിലെത്തുകയുള്ളൂ. അതിനാണ് ED പട്ടാളത്തിൻ്റെ സഹായം തേടുന്നത്.